ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് ഈവനിങ്ങിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. വേറെ എവിടെയല്ല, ബാർബിക്യൂ നേഷനിലാണ് പോണത്. ഞങ്ങളിത് റെഡിയായി, ഞാനും രോഹിതണ്ണും നീലു ബേബി. അപ്പോൾ ഇന്നത്തെ വിശേഷം ബാർബിക്യൂ നേഷനാണ്. കാണാം, ബൈ. ഞങ്ങളെങ്ങനെ ഇപ്പം എന്തേ ബ്രോഡ്വേയിലാണ്. മീൻസ് നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും നമുക്കിങ്ങനെ ബ്രോഡ്വേയിലൊന്ന് കറങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് ഇറക്കൊക്കെ കണ്ടിട്ട് എപ്പോഴും ജസ്റ്റ് നമുക്ക് ഈ ബ്രോഡ്വേന്ന് എന്തെങ്കിലും കിട്ടുമോ, നീരൂസിനുള്ള ടോയ്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഞങ്ങളിത് ഇങ്ങോട്ട് വന്നതാ. നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ മീൻസ് നമ്മളിപ്പോൾ പോത്തീസിലും അവിടെ ഇവിടെയും പോകുന്ന സെയിം ടോയ്സ് ചില ഷോപ്പിൽ കിട്ടും. ആ പോത്തീസിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പം അതിൻ്റെ പകുതി പൈസ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇവിടെ. അതുകൊണ്ട് നമ്മളിപ്പോൾ നീരൂസിന് കൂടുതലും ഇവിടെ നിന്ന് കുറച്ച് ക്വാളിറ്റിയുള്ള സാധനവും കിട്ടും കേട്ടോ. അങ്ങനെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും പക്ഷേ അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടത് ഇങ്ങോട്ട് ബ്രോഡ്വേയിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാണ്. നിറയെ ടോയ് ഷോപ്സും ഉണ്ട് കേട്ടോ. പക്ഷെ നോക്കിയെടുക്കണം, ചില കടകളൊക്കെ ഹോൾസെയിലായിരിക്കും. അങ്ങനെയൊക്കെ ഇവിടത്തെ ക്രിസ്മസിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഒരുപാടായിട്ടോ. ഇനി ഒരു മാസം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഫുൾ ക്രിസ്മസ് തീമിലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി സാധനങ്ങളാട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. ഞങ്ങളിതൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഹോൾസെയിൽ ഷോപ്പല്ല കേട്ടോ. ഇത് നോക്കട്ടെ, ഞങ്ങളിത് കയറിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് നീളുന്നൊരു എന്തെങ്കിലും ഒരു ടോയോ സോഫ്റ്റ് ടോയോ എന്തെങ്കിലും എടുക്കണം. ഇവിടെ കുറേ സൈക്കിളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. റേറ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല, നമുക്ക് നോക്കാം. നിറയെ സോഫ്റ്റ് ടോയ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളും. നമ്മൾ കയറി, പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. മീൻസ് ഇവിടെ നിന്ന് വാങ്ങിയ ഒരു വീട്ടിൽ പോയി ഒരു മണിക്കൂർ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ നമുക്ക് അത്രയും റേറ്റ് ഉള്ള കാര്യമില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മളിത് തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു. ഞങ്ങളിത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം റേറ്റും കാര്യങ്ങളൊക്കെ. അതൊരു അടിപൊളി ഷോപ്പായിരുന്നു കേട്ടോ. ഫൈൻ ഡോൾസ്, അതായത് ബ്രോഡ്വേയിൽ ഒരു വില്ലി സ്റ്റോർ ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട്. എല്ലാം ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ബേക്കറി. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു വഴിക്കകത്തോട്ട് ഈ കട ഫൈൻ ഡോൾസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വിലക്കുറവിലാട്ടോ ഡോൾസൊക്കെ ഉള്ളത്. ഫുൾ സോഫ്റ്റ് ടോയ്സ് ആണ് കൂടുതലുള്ളത്. ഞാൻ മറ്റുള്ള ഹാർഡായിട്ടുള്ള ടോയ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേവിക്ക് അവിടെ നിന്ന് ഒരു അടിപൊളി ഡോള് കിട്ടിയിട്ടുണ്ട്. നല്ല വിലക്കുറവിലാട്ടോ കിട്ടിയതും. കുറച്ച് സമയത്തേക്ക് കളിക്കാൻ. ഇതിനിപ്പോൾ വീട്ടിൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൈൻഡ് ചെയ്യാനേ പോകാറില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഡോൾ ഭയങ്കര ലാഭത്തിനാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കണം, അങ്ങനെ എറണാകുളത്തുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ കടയിൽ വരാട്ടോ. അത്രയും വിലക്കുറവുണ്ട്. ഇനി നമ്മൾ അടുത്ത് നേരെ പോകണം ബാർബിക്യൂ നേഷനിൽ ഡിന്നർ കഴിക്കാനാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ച് ഇടയ്ക്കത് അവിടെ ബാർബിക്യൂ നേഷൻ എന്തോ റിനോവേഷൻ നടന്നിട്ട് എന്തോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഡിന്നർ കുറച്ച് ഹെവി ആക്കാം, ബാർബിക്യൂ നേഷനിൽ പോവാം. അങ്ങനെ ഞങ്ങളിത് ഈ ബാർബിക്യൂ നേഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ഈ ബാർബിക്യൂ നേഷൻ്റെ പാർക്കിങ്ങിലാണ്. നമ്മൾ അങ്ങോട്ട് പോവാണല്ലോ. അങ്ങനെ ഞങ്ങളിത് ബാർബിക്യൂ നേഷൻ്റെ പാർക്കിങ്ങിൽ നിന്ന് നേരെ ബാർബിക്യൂ നേഷനിലേക്ക് പോവാം. ഇംപീരിയൽ ഹോട്ടലിന്റെ മുകളിൽ ബാർബിക്യൂ നേഷൻ ഇല്ല, അടച്ചിട്ട് ബന്ദ് ഹോക്കർ ഏക് മഹീനെ ഹോ ഗയി എന്നാണ് പറഞ്ഞത്. ഒരു മാസമായി. ഞങ്ങൾ ഇനി അടുത്ത് ലുലുവിലേക്ക് പോകണുണ്ടോ? കയ്യിൽ പോകണുണ്ടോ ലുലുവിലേക്ക്? അപ്പോൾ ഇനി ലുലു മോളിലുണ്ട് ബാർബിക്യൂ നേഷൻ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇനി അങ്ങോട്ടും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ദേ പാർക്കിങ്ങിൽ വെച്ചെത്തി. ഞങ്ങളിത് ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ലുലു മോളിലെത്തി. ഞങ്ങളിത് ബാർബിക്യൂ നേഷനിലേക്ക് പോവാണ്. നീലു
ഇവിടെ ഇനി ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയാനും വയ്യ. ഏത് ഫ്ലോറിലാന്ന് പോലും അറിയില്ല. അതിന് ഇവിടെ ആർക്കെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കണം, ഇവിടെ ഇങ്ങനെ ഉണ്ടാവോ ഇല്ലയോ അങ്ങനെ ഒന്നും, ഏത് ഫ്ലോറിലാണെന്നൊക്കെ. നീലതേ പതിവ് പോലെ കുരുത്തക്കേടുകളൊക്കെ തുടങ്ങി. കൈ പിടിക്കേണ്ട, അവൾ നടക്കാം, അവൾ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ആയി. ഇത് ടാറ്റയൊക്കെ പറഞ്ഞ് ഡോളം പിടിച്ചതേ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതേ ലുല്ലുൻ്റെ 3rd ഫ്ലോറിൽ ബാർബിക്യൂ നേഷനിലെത്തി. നമുക്ക് ഉള്ളിൽ കയറും. അങ്ങനെ ദേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യത്തിൻ്റെ ഹൈ ചെയർ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും ഇപ്പം പ്രിഫർ ചെയ്യുക ഹൈ ചെയറുള്ള റെസ്റ്റോറൻ്റാണ്. കുറച്ചും കൂടി ഞങ്ങൾക്ക് നീലുബിനെ അടക്കിയിരുത്താൻ പറ്റുന്ന അതുകൊണ്ടാണ്. മീൻസ് ഹൈ ചെയർ ഉണ്ടെങ്കിൽ അവൾ കുറച്ചും കൂടി സൈലൻ്റ് ആയിരിക്കും, വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫുഡും കഴിച്ചോളും, നെർസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇത് ആദ്യം തന്നെ വെറുതെ കുറച്ച് മൊമോസും ഇത് പാനിപ്പൂരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. വെജീസ്, ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, കോണുണ്ട്, പ്രോൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സ്. നമുക്ക് എത്ര വേണോ കഴിക്കാം കേട്ടോ. രോഹിത്തേട്ടൻ എന്നൊരു പൊളിക്കും. നീര് ബേബിയും നല്ലോണം എൻജോയ് ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസും സ്വീറ്റ് കോൺ ഫ്രൈസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഈ സ്വീറ്റ് കോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഒരു സാധനം. അതോടെ ഈ സ്വീറ്റ് കോൺ, ഈ ഫ്രൈ, അതുപോലെ ചിക്കനും രക്ഷയില്ല. പിന്നെ അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചതേ ഇറങ്ങിയിട്ടുണ്ട്. ഇത് രോഹിത്തേട്ടൻ എന്താ ബില്ലൊക്കെ ചെയ്യുക. ഇനി ഇവിടെ നേരെ ഇറങ്ങുക, വീട്ടിൽ പോവുക. അതാണ് അടുത്ത പ്ലാൻ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, വിചാരിച്ചതിനെക്കാട്ടും ഗംഭീരം. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് മെയിൻ കോഴ്സിലേക്ക് പോയി. ഞാൻ കുറച്ച് പാസ്തയും കേർഡ് റൈസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്താൽ, പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, കുൽഫി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്തിട്ടോ. മീൻസ് ആ കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. 2 കിലോ പ്രോൺസ് കഴിച്ചിട്ടുണ്ടോ? 3/4 കിലോ പ്രോൺസ്. എനിക്കൊന്ന് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടേഴ്സ് എടുക്കുന്നതന്നെയായിരിക്കും. അതാണ് ഇവിടുത്തെ അടിപൊളി സാധനമായിട്ട് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞങ്ങളിതേ കഴിച്ചിട്ട് ഇറങ്ങി. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. മണിപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരെ വീട്ടിലേക്കാണ് പോണേ. നീലും അവിടെ ബലൂൺ വാങ്ങിക്കാനായിട്ട് പോയതാണോ എന്നൊരു സംശയം. അത്രമാത്രം ബലൂൺ അവളവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങളിതേ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ലോണം ഫുഡൊക്കെ കഴിച്ചതേ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെ പോലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തതിന് കുറച്ച് എന്താ പറയുക, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ അതൊക്കെ കഴിഞ്ഞതിൻ്റെ വീട്ടിലെത്തി. നല്ല ടയേർഡാണ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ബായ്.